നമസ്കാരം. ഇസ്രായേൽ ജനതയ്ക്ക് നേരെ ഹമാസ് ഇപ്പോൾ നടത്തുന്നത് മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ് എന്നാണ് ആരോപണവുമായി ഇസ്രായേൽ തന്നെ രംഗത്തെത്തുന്നത്. ബന്ദികളാക്കിയവരുടെ പട്ടിക പുറത്തുവിട്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. അവർക്കൊരു തരത്തിലും ഇസ്രായേലിനെ ആയുധം ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ ആകാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ മനസ്സിനെ ആക്രമിക്കുന്ന തരത്തിൽ തന്നെ ഇത്തരത്തിൽ വീഡിയോകളും പട്ടികകളും പുറത്താക്കി ഇപ്പോൾ ഇസ്രായേലിനെ തന്നെ പ്രകോപിപ്പിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഈ പട്ടികയിൽ പറയുന്ന പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്ന സത്യം ഞങ്ങൾക്കറിയാം എന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത്. ഈ പട്ടികയിൽ പേരുള്ള പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. ഇവരൊക്കെ ഞങ്ങളുടെ പക്കൽ ജീവനോടെ ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇവരൊക്കെ തന്നെ ഞങ്ങൾ കൊന്നുകളയും എന്ന ഇവരുടെ വയ്പ് തന്നെ തെറ്റാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ വിട്ടയക്കാനുള്ള 34 ബന്ദികളുടെ പട്ടിക കഴിഞ്ഞ ദിവസമാണ് ഹമാസ് തന്നെ പുറത്തുവിട്ടത്. മാധ്യമങ്ങൾക്കായിരുന്നു ഇവർ നൽകിയത്. മാധ്യമങ്ങളാണ് ഇത് പുറത്തുവിട്ടത്. ഇവരെല്ലാവരും തന്നെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം ഹമാസിന് പോലും ഉറപ്പില്ല എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിനെ പ്രകോപിച്ചിരിക്കുന്നത് എന്ന് പറയാം. 34 പേരിൽ ഇതിൽ തന്നെ നിലി ഡമാരി എന്ന ബ്രിട്ടീഷ് വനിതയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഹമാസ് വിട്ടയക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ 10 സ്ത്രീകളും 11 പുരുഷന്മാരുമാണ് ഉള്ളത്. പുരുഷന്മാർ എല്ലാവരും തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഇവരിൽ പലരും തന്നെ രോഗികളുമാണ്. എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഈ പട്ടിക കഴിഞ്ഞ വർഷം ജൂലൈയിൽ തന്നെ ഞങ്ങൾ നൽകിയ പട്ടികയാണ് എന്നാണ്. ആ സമയത്ത് ഹമാസ് നേതൃത്വം ഇതിനോട് പ്രതികരിച്ചില്ലായിരുന്നു. ഹമാസ് നൽകിയ ലിസ്റ്റിൽ പേരില്ലാത്തവരുടെ വീട്ടുകാർ ഇപ്പോൾ വിഷമസ്ഥിതിയിലാണ് എന്ന് പറഞ്ഞിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്ന നിലപാടിലാണ് അവർ എത്തിയത്. ഹമാസ് ബന്ദികളാക്കിയ 1 വയസ്സും 5 വയസ്സുമുള്ള 2 കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു എന്നതാണ് ഹമാസ് അറിയിച്ചിരുന്നത്. പിന്നെ എങ്ങനെയാണ് മോചിപ്പിക്കാൻ സാധിക്കുന്നത് എന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. ഹമാസ് നടത്തുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ കുടുങ്ങരുത് എന്ന് ഇസ്രായേൽ ഔദ്യോഗിക വൃത്തങ്ങൾ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നടത്തുന്ന ചർച്ചകളെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഹമാസ് ഇത്തരത്തിൽ കള്ളം പ്രചരിപ്പിക്കുന്നതെന്നും സർക്കാർ കുറ്റപ്പെടുത്തി. ഒക്ടോബർ 7 ആക്രമണത്തെ തുടർന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയവരിൽ 100 പേരും ഇപ്പോഴും ബന്ദികളായി കഴിയുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. ഇവരിൽ 2023 നവംബറിൽ കുറെ ബന്ദികൾ താത്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി തന്നെ വിട്ടയച്ചിരുന്നുവെന്ന് പറയുന്നു. പശ്ചിമേഷ്യ സംഘർഷഭരിതം തന്നെയാണെന്ന് പറയണം. ഗാസയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു കുടുംബത്തിൽ 12 പേർ ഉൾപ്പെടെ 62 പേർ മരിച്ചു. ഹമാസ് നേതൃത്വത്തിൽ തന്നെ കേന്ദ്രങ്ങളായ ആക്രമിച്ചതെന്നും ഇസ്രായേൽ വിശദീകരണമുണ്ട്. വെടിനിർത്തലിനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കാനിരിക്കവെയാണ് ഇസ്രായേലി ആക്രമണം ശക്തമാക്കിയതെന്ന് പറഞ്ഞേ മതിയാകൂ. അതായത് ഈജിപ്തും ഖത്തറും നടത്തുന്ന മധ്യസ്ഥ ശ്രമത്തെ ഇസ്രായേൽ തന്നെ പരിഗണിക്കുന്നില്ല എന്നാണ് ഇവർ അർത്ഥമാക്കുന്ന കാര്യം. ഖാൻ യൂണിസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം തുടരുമെന്നാണ് സൂചന. ഇതിനിടയിൽ ഹമാസും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 450 ദിവസം മുൻപ് ഇസ്രായേലിൽ നിന്നും പിടികൂടി പട്ടാളക്കാരിയുടെ വീഡിയോ അവർ പുറത്തുവിട്ടു. ജീവന് വേണ്ടി പൊട്ടിക്കരയുന്ന പട്ടാളക്കാരിയാണ് വീഡിയോയിലുള്ളത്. ആക്രമണം തുടർന്നാൽ ബന്ദികളെ തീർക്കുമെന്ന വിലപേശലാണ് ഇതിലൂടെ ഹമാസ് നടത്തുന്നത്. ഇതിനോടും ഇസ്രായേൽ യുദ്ധഭാഷയിൽ തന്നെ പ്രതികരിച്ചാൽ പശ്ചിമേഷ്യയിൽ സ്ഥിതി സങ്കീർണമാകും. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി സ്ഥാനമേൽക്കും മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ശ്രമം. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ മധ്യസ്ഥരും ദോഹയിലേക്ക് പോയിട്ടുണ്ട്.